ദയവായി ശ്രീ ടി കെ രാജഗോപാൽ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇവിടെ അതിഥികളെല്ലാം പറഞ്ഞത് താങ്കൾ കേട്ടെന്ന് കരുതുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നല്ല ഒരുപാട് പേരിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ള സൂചനകളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും SIT ഈ വിഷയത്തിൽ നൽകുന്ന സൂചനകൾ, പങ്കുവെക്കുന്ന നിഗമനങ്ങൾ അത് കൂടുതൽ പേരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ പ്രമുഖർ ഇടപെട്ടിട്ടുണ്ടോ അവരൊക്കെ സംശയ നിഴലിലാണ്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ഇതിലേക്ക് വരുന്നു, അങ്ങനെ ഒരു ചിത്രമാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ലക്ഷ്മി, ഇതിനകത്തിപ്പോഴേ 2019 മുതൽ 25 വരെ നടന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും ഗൂഢാലോചനയും ഇത് സംബന്ധിച്ച് 2 FIR ഉണ്ട്. 2 FIR-ലായിട്ട് പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 13-14 പ്രതികളാണ് വരുന്നത്. ഇവരെല്ലാവരും ചില പ്രതികള് 1-2 FIR-ലേക്കൊക്കെ സമാനമായിട്ട് കയറി വരുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പൊ ഈ പറഞ്ഞ മൂന്നാമത്തെ FIR. ഇപ്പൊ മൂന്നാമത്തെ FIR വരുന്നത് പ്രശാന്തിന്റെ കാലത്തെ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് 2025 ഈ ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും ഇളക്കിക്കൊണ്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് മൂന്നാമത്തെ FIR. അതുമാണ് ബഹുമാനപ്പെട്ട SIT കോടതി ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് മുമ്പാകെ SIT റിപ്പോർട്ട് കൊടുത്തത്. അപ്പൊ അവരതിനകത്തിലെ 7 പേരെ കൂടാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഈ 7 പേര് ആദ്യത്തെ 1-2 FIR കേൾക്കാത്തുള്ള ആളുകളൊക്കെ തന്നെ ഇതിനകത്തിലും ഉണ്ട്. കുറച്ചാളുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു മിക്സ് ചെയ്താണ് ഇതിന്റെ ഒരു സ്വഭാവം, പ്രതികളുടെ സ്ഥാനം കിടക്കുന്നത്. പക്ഷേ മുമ്പ് ജയേന്ദ്രൻ സാറ് പറഞ്ഞല്ലേ, ഇതിപ്പോ രാഷ്ട്രീയം റജിയൊക്കെ രാഷ്ട്രീയ തലത്തിലാണ് അതിനെ കാണുന്നത്. നമുക്ക് അതിനകത്ത് അത്തരം കാര്യം ഒരു വശങ്ങളിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ദേവസ്വം മന്ത്രി ശ്രീ K. മുരളീധരൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് 30-ന് മുമ്പ് ഇതിന്റെ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് അത് മുരളീധരന്റെ അഭിപ്രായമല്ല. അത് SIT കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിൽ വന്ന പരാമർശമാണ്. അവരോട് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് എന്ന് ഈ കുറ്റപത്രത്തിന്റെ ആദ്യഘട്ടം സമർപ്പിക്കാൻ പറ്റും എന്ന് ദേവസ്വം ബെഞ്ച് ചോദിച്ച സമയത്ത് SIT-യുടെ ഭാഗത്തു നിന്ന് വന്നൊരു പരാമർശമാണ്. SIT ആണ് പറയുന്നത്, ഞങ്ങൾ 30-ന് മുമ്പായിട്ട് ഈ വിചാരണ കോടതിയായ കൊല്ലം വിജിലൻസ് കോടതിയിലെ ഇതിന് ഈ കുറ്റപത്രത്തിന്റെ ആദ്യഘട്ടം ഞങ്ങൾ സമർപ്പിക്കാമെന്ന് അവർ അങ്ങോട്ട് സമ്മതിച്ചതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴ് ഇതിന്റെ സ്റ്റേജുകളെല്ലാം പൂർത്തിയാക്കണം. 1-2 FIR അല്ല, മൂന്നാമത്തെ FIR വരണം. അതായത് 2019 സ്വർണം കൊണ്ടുപോയി, സ്വർണം അപഹരിച്ചു. അതായത് 4.5 കിലോ തൂക്ക വ്യത്യാസം വന്നിരിക്കുന്നു. അതിനകത്തിൽ സ്വർണം ഉണ്ടാകാം, ചെമ്പുണ്ടാകാം, മറ്റു വസ്തുക്കളും ഉണ്ടാകാം. അത് കോടതി തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 4.5 കിലോയുടെ തൂക്ക വ്യത്യാസം വന്നിരിക്കുന്നു. അത് എവിടെ നിന്ന് സംഭവിച്ചു എന്നുള്ളത്. അപ്പൊ അത് അന്വേഷിക്കണം. അത് അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ രണ്ടാമത്തെ കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ കേസിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല. പ്രശാന്തിന്റെ കാലത്ത് സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, കുറച്ച് സ്വർണം അഡീഷണൽ ആയിട്ട് അവിടെ വരികയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1 പവനോ 2 പവനോ സ്വർണം കൂടുതലായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അതാണ് പ്രശാന്ത് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയാം, പക്ഷേ അവിടെ ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു. കോടതിയും SIT-യും എടുത്തു പറയുന്ന കാര്യം അതാണ്. അവിടുത്തെ ഗൂഢാലോചന എന്ന് പറയുന്നത് 2019 ഈ 4.5 കിലോ തൂക്ക വ്യത്യാസം, സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങളിൽ വന്ന തൂക്ക വ്യത്യാസം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഗൂഢാലോചന നടത്തിയതാണോ? ക്രിമിനൽ കോൺസ്പിറസിയാണ് അവിടെ നിലനിൽക്കുന്നത്. വിശ്വാസവഞ്ചന നിങ്ങൾ ചെയ്തിട്ടില്ലേ? ഇതൊക്കെയാണ് കോടതി ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രശാന്തിന്റെ ബോർഡ് ഇതിനകത്ത് വരും. അതാണ് കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. കോടതി ഒരു അവസാന നീക്കത്തിലേക്ക് എത്തുന്നത്. ഇത് SIT-യെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കേസായിരുന്നു. നമ്മൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ട്രംപ് പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ഞാൻ ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്നൊക്കെ പറഞ്ഞിട്ട് യുദ്ധത്തിന് പോയ ഒരു അവസ്ഥയായിരുന്നു SIT-ക്ക് സംഭവിച്ചത്. SIT-ക്ക് വെച്ചാൽ വളരെ എളുപ്പത്തിൽ അന്വേഷിച്ച് തീർക്കാമെന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷേ ഓരോ സ്റ്റേജ് കഴിയും തോറും കോംപ്ലിക്കേഷൻസ് ആണ്, ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വന്നു. ഇപ്പൊ ഈ കേസ് കുറ്റപത്രം വൈകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ യഥാർത്ഥ സ്വർണം, ശബരിമലയിൽ നിന്ന് പോയ സ്വർണം കണ്ടെത്തുന്ന കാര്യത്തിലാണ് SIT ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്നു. ഈ ദ്വാരപാലക ശില്പം നിന്നും കട്ടളപ്പാളിയിൽ നിന്നും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് മാറ്റിയെടുത്തിരിക്കുന്ന സ്വർണം അവരാണ് ഒരുക്കിയെടുത്ത് മാറ്റിയിരിക്കുന്നത്. ആ സ്വർണത്തിന് കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി കുറച്ച് ഗോവർദ്ധന്റെ കിട്ടി, കുറച്ച് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് ശബരിമലയിൽ നിന്ന് പോയ സ്വർണമാണോ എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കണം. എന്നെങ്കിലേ കേസ് കോടതി നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ കോടതിയിൽ ആദ്യം തന്നെ കേസ് തള്ളിപ്പോകും. അപ്പൊ അതുകൊണ്ട് SIT ആദ്യം VSSC-യെ കൊണ്ട് അന്വേഷിപ്പിച്ചു. അവരുടെ ശാസ്ത്രീയ പരിശോധനയൊക്കെ നടത്തി. പക്ഷേ അതിനകത്തിലെ ഒരു വ്യക്തത കുറവ് വന്നവർക്ക്. അതുകൊണ്ടാണ് ജംഷഡ്പൂരിലെ ലാബിലേക്ക് അത് അയച്ചത്. ആ ലാബിലെ കാര്യങ്ങളാണ് നീണ്ടുപോയത്.
അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അതിനകത്ത് കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. വളരെ ഒരുപാട് ശാസ്ത്രീയ പരിശോധനകൾ നടന്നിട്ടുണ്ട്. SIT ഉദ്യോഗസ്ഥന്മാര് ലാബിൽ പോയിട്ടുണ്ട്. പല കാര്യങ്ങളൊക്കെ അവർ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. കാരണം വിചാരണ കോടതി വരുന്ന സമയത്ത് ഇതിനൊക്കെ അവർ ആൻസർ ചെയ്യേണ്ടതാണ്. അതാണ് ഇത് നീണ്ടുപോകാനുള്ള കാരണം. പക്ഷേ ഈ ജൂലൈ 6-ാം തീയതി ജംഷഡ്പൂർ ലാബിൽ നിന്നുള്ള ഫൈനൽ റിപ്പോർട്ട് കിട്ടി എന്നാണ് SIT കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നതാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് എത്ര കിലോ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് ശബരിമലയിൽ നിന്ന് പോയ സ്വർണം തന്നെയാണോ, എന്തൊക്കെയാണ് അവിടെ നടന്നിരിക്കുന്നത്, ഈ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണ കിട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് SP ശശിധരൻ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ചോദിക്കുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് റിപ്പോർട്ട് തരാൻ പറ്റുമോ, കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റില്ല, വളരെ പെട്ടെന്ന് കുറ്റപത്രം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. കാരണം കുറെ പറഞ്ഞില്ലേ, 10 മാസത്തോളമായി പ്രോസസ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് മടുപ്പുണ്ട്. എന്താണ് അപ്പോഴാണ് SIT സംശയത്തിലേക്കൊക്കെ ചിലർ കൊണ്ടുവരാനുള്ള കാരണം അതൊക്കെ തന്നെയാണ്. പക്ഷെ അവർ എത്തിയിരിക്കുന്നു, അവർ കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്നു. അത് ഈ 30-ന് മുമ്പാണ്. അതാണ് ശശിധരന്റെ വാക്കുകളാണ്, ശശിധരൻ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞതാണ്. 30-ന് മുമ്പായിട്ട് ഞങ്ങൾ ആദ്യ കുറ്റപത്രത്തിന് അധികൃതർ സമർപ്പിക്കും. അതിലേക്കും വരാം.